الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം എന്നത് പടച്ച റബ്ബിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ്. മുസ്ലിം എന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് അസ്ലമ യുസ്ലിമു, ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുമ്പോൾ കീഴൊതുങ്ങിയവൻ എന്നാണ്. ആർക്ക് കീഴൊതുങ്ങിയവൻ? സർവലോക രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്, അവന്റെ നിയമനിർദ്ദേശങ്ങൾക്ക്. അത് തിരിച്ചറിഞ്ഞവർക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും, ഖുർആൻ പറഞ്ഞതുപോലെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, മുസ്ലിമാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം മറ്റാരുടെയെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ആശയങ്ങളോ അല്ല ഒരു മുസ്ലിം പിൻപറ്റുന്നത്, മറിച്ച് സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിന്റെ നിയമശാസനകളാണ്. അതുകൊണ്ട് തന്നെ ലോകം മൊത്തത്തിൽ ഏതൊരു നിയമത്തെ അംഗീകരിച്ച് അതിന് വഴിപ്പെട്ട് ജീവിക്കുന്നുവോ അതിന്റെ ഭാഗമാണ് ഞാനും എന്ന അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിം മാത്രമായിരിക്കും. ഒന്നാമത്തെ മനുഷ്യൻ മുതൽ സർവരോടും അള്ളാഹു നൽകിയ നിർദ്ദേശം അതാണ്.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒന്നാമതായി കൊടുക്കുന്ന നിർദ്ദേശം ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എന്റെ പക്കൽ നിന്നുള്ള വല്ല ഗൈഡൻസും മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്ക് വന്നു കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ പിൻപറ്റണം. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആർ എന്റെ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റുന്നുവോ അവർക്ക് യാതൊരു ഭയപ്പാടും വേണ്ടതില്ല, അവർ കഴിഞ്ഞുപോയതിനെ കുറിച്ച് സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല. സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ ആയത്തിലും സൂറത്ത് ത്വാഹയിലെ 123-ാമത്തെ ആയത്തിലും ഇതേ സംഗതി അള്ളാഹു ആവർത്തിച്ചു പറയുന്നുണ്ട്. അതേ പശ്ചാത്തലത്തിൽ തന്നെ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ, സൂറത്ത് ത്വാഹയിൽ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ആർ എന്റെ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റുന്നുവോ അവർ ഒരിക്കലും വഴിപിഴക്കുകയില്ല, ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയുമില്ല. അപ്പൊ പടച്ച റബ്ബിന്റെ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റിയാലുള്ള ഗുണങ്ങളാണ് ഈ 2 ആയത്തുകളിലും അവസാനമായി അള്ളാഹു ഉണർത്തിയത്. ഒന്ന്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, കഴിഞ്ഞതിനെ കുറിച്ചോ വരാനിരിക്കുന്നതിനെ കുറിച്ചോ ഉള്ള ടെൻഷനോ ഭീതിയോ സങ്കടമോ ദുഃഖമോ ഒന്നും അവർക്കുണ്ടാവുകയില്ല എന്നാണ് ഒരിടത്ത് പറഞ്ഞതെങ്കിൽ, രണ്ടാമത് പറഞ്ഞത് ഫലാ യദില്ലു വലാ യഷ്ഖാ, അവർ വഴിയറിയാതെ പരിഭ്രമിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുകയില്ല, വഴിതെറ്റിപ്പോവുകയില്ല. വലാ യഷ്ഖാ, അവർ ഭാഗ്യം കെട്ടവരായി ജീവിതത്തിൽ പരാജയം പറ്റിയവരായി മാറുകയുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആ ഒരു മെറിറ്റിൽ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ, അതിർവരമ്പുകൾ ഒരിക്കലും ഒരു ഭാരമായി ഒരു പ്രയാസമായി തോന്നുകയില്ല. ശരിയാണ്, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുറെ നിയന്ത്രണങ്ങളുണ്ട്, അതിർവരമ്പുകളുണ്ട്, ഹലാലും ഹറാമും ഒക്കെയുണ്ട്. അത് ഭക്ഷണത്തിലുണ്ട്, വസ്ത്രത്തിലുണ്ട്, ഇടപാടുകളിലുണ്ട്, എല്ലാറ്റിലുമുണ്ട്. ഒരു വ്യക്തിത്വം എന്ന നിലയിൽ മുസ്ലിം തന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റ് സമൂഹങ്ങളോടൊപ്പം ഒലിച്ചൊഴുകി പോവുകയല്ല ചെയ്യേണ്ടത്. അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന തന്റെ ആശയപരമായ, ആദർശപരമായ, സാംസ്കാരികമായ വ്യതിരിക്തത ഉൾക്കൊള്ളുവാനും അത് മുറുക്കെ പിടിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ 208-ാമത്തെ ആയത്തിൽ നമ്മെ ഉണർത്തിയതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി നിങ്ങൾ ഇസ്ലാമിലേക്ക് കയറി നിൽക്കണം. ഇസ്ലാമിന്റെ നിയമശാസനകൾ പൂർണ്ണമായി നിങ്ങൾ സ്വീകരിക്കണം. വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ആ പിശാച് നിങ്ങളുടെ പ്രത്യക്ഷമായ വ്യക്തമായ ശത്രുവാണ്. ആ പിശാച് പലതും നിങ്ങൾക്ക് ഭംഗിയാക്കി തോന്നിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ നിയമശാസനകൾ അത് അറുപഴഞ്ചനാണ്, 6-ാം നൂറ്റാണ്ടിൻ്റെതാണ്, പുരോഗതിയില്ലാത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ അപകർഷതാ ബോധത്തോടുകൂടി ഇസ്ലാമിന്റെ നിയമങ്ങളെ വലിച്ചെറിയേണ്ടവളല്ല ഒരു വിശ്വാസിയും ഒരു വിശ്വാസിനിയും. മറിച്ച് പരിപൂർണമായി ഇസ്ലാം എന്റെ അഭിമാനമാണ് എന്ന രീതിയിൽ നിയമശാസനകൾ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കേണ്ടതുണ്ട്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവെയുള്ള ഒരു അവസ്ഥ പരിശോധിച്ചാൽ, പള്ളിയിലാണെങ്കിൽ ഓക്കെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതിന്റെ ശാസനകൾ സ്വീകരിക്കുവാൻ സന്നദ്ധരാണ്. അതാണ് ചിലപ്പോൾ പുറത്തുകൂടെ പാൻസ് ആണെങ്കിലും അതേപോലെ തന്നെ മുണ്ടാണെങ്കിലും വലിച്ചിഴച്ചു കൊടുക്കുന്ന ആളുകൾ നിസ്കരിക്കാൻ വന്ന് നിൽക്കുമ്പോ ആ പാൻറ്റൊക്കെ ഒന്ന് കയറ്റി കൊടുത്ത് മുണ്ടൊക്കെ ഒന്ന് പൊക്കിയെടുത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നത്. അങ്ങനെയല്ല, മറിച്ച് ഇടപാടുകളിൽ, അതേപോലെ വസ്ത്രത്തിൽ, അതേപോലെ നമ്മൾ നടത്തുന്ന ഫംഗ്ഷനുകളിൽ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടത്തും അവിടെയെല്ലാം തന്നിഷ്ടങ്ങളല്ല നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. ഐ ഫീ ജമീഇ ശറാഇദ്ദീൻ, ദീനിന്റെ എല്ലാ നിയമങ്ങളിലും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിൽക്കുവാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി മാറുകയുള്ളൂ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വലാ യകൂനു മിമ്മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു, നിങ്ങൾ ഒരിക്കലും ദേഹേച്ഛകളെ ഇലാഹുകളാക്കിയവരെ പോലെ ആകരുത്. അഥവാ തോന്നിയതുപോലെ എന്റെ ഇച്ഛ എന്ത് പറയുന്നോ ഞാൻ അതനുസരിച്ച് ജീവിക്കും. എന്നാൽ ഒരു വിശ്വാസി അങ്ങനെയല്ല. എന്റെ ഇച്ഛകൾക്ക് അതീതമായി എന്റെ റബ്ബ് എന്ത് പറയുന്നുവോ അതനുസരിച്ചായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ പോളിസി. ഇൻ വാഫഖൽ അംറുൽ മശ്റൂ
ഹവാഹു ഫഅലഹു. ആളുകൾ എന്താ ചെയ്യുക? ഇസ്ലാമികമായ നിയമങ്ങൾ തന്റെ ഇംഗിതങ്ങളോട്, ഇച്ഛകളോട് യോജിച്ചു വരുന്നുവെങ്കിൽ അത് അയാൾ വലിയ ആവേശത്തിൽ വാരിപ്പുണരുകയും അതിന്റെ വക്താവായി ഉണ്ടാവുകയും ചെയ്യും. വഇൻ ഖാലഫഹു, ഇസ്ലാമിന്റെ നിയമങ്ങൾ അയാളുടെ ഇച്ഛകൾക്ക്, ആഗ്രഹങ്ങൾക്ക് എതിരാണെങ്കിൽ തറക്കഹു, ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ അയാൾ കണ്ടില്ല എന്ന രീതിയിൽ പാടെ വിസ്മരിച്ച് അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് വേറൊരു വഴിക്ക് പോകും. ബലിൽ വാജിബു അൻ യകൂനൽ ഹവാ തബഅൻ ലിദ്ദീൻ. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഇച്ഛകളെല്ലാം നിയമത്തിന്റെ, ദീനിന്റെ നിയമനിർദ്ദേശങ്ങളെ അനുബന്ധമായി അതിനെ ഫോളോ ചെയ്തു പോകേണ്ടുന്ന രീതിയിലാണ് ഉണ്ടാകേണ്ടത്. നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച വാക്കുകളാണ് നമ്മൾ കേട്ടത്. അപ്പൊ ആളുകൾക്കൊപ്പിച്ച് അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ഭൂരിപക്ഷം എവിടെ നിൽക്കുന്നു എന്ന് നോക്കി അല്ല ഒരു വിശ്വാസി, ഈമാനുള്ള ആളുകൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ, ഈമാനുള്ളവരുടെ ലക്ഷണം, അവരുടെ ഈമാനിന്റെ താല്പര്യം, തേട്ടം പല വചനങ്ങളിലൂടെ എടുത്തുണർത്തിയിട്ടുണ്ട്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവോ അവന്റെ റസൂലോ ഒരു കാര്യം കൽപ്പിച്ചാൽ ഈമാനുള്ള ആണിനും പെണ്ണിനും അത് വിട്ട് സ്വതന്ത്രമായ ഒരു നിലപാട്, അഭിപ്രായം ഉണ്ടാകുവാൻ പാടില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചാൽ, അനുസരണക്കേട് കാണിച്ചാൽ, ഫഖദ് ളല്ല ളലാലം മുബീന, വ്യക്തമായ വഴികേടിലാണവർ എന്ന് ഖുർആൻ വളരെ വ്യക്തമായി സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു. അതേപോലെ ഒന്നുകൂടി 24-ാം അധ്യായം സൂറത്തു നൂറിലെ 51, 52 ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. വിശ്വാസികളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചാൽ അല്ലാഹുവിന്റെ നിയമം ഇന്നതാണ്, ഖുർആൻ ഇന്നതാണ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നതാണ്, അതിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ, അതിലേക്ക് ക്ഷണിച്ചാൽ വിശ്വാസികളുടെ നിലപാട്, അവരുടെ വാക്ക് ഇത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്താണ് അവർ പറയുക? അൻ യഖൂലു സമിഅനാ വഅതഅനാ. അള്ളാഹു എന്ത് പറഞ്ഞാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിർദ്ദേശിച്ചാലും ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നവർ. വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി, ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെടുന്നുവോ, അനുസരിക്കുന്നുവോ, അല്ലാഹുവിനെ ഭയപ്പെട്ട് അവന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നുവോ, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് ജീവിതത്തിൽ ആത്യന്തികമായി വിജയം നേടുന്നവർ എന്നും ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതാണ് ആയിരിക്കണം ഒരു വിശ്വാസിയുടെ ഐഡന്റിറ്റി. അത് കാത്തു സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഒരു തരം സാംസ്കാരിക അധിനിവേശം, ലിബറൽ ഫാസിസം നമ്മുടെ എല്ലാം വീടകങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കടന്നു വരുന്നു എന്നല്ല, നമ്മളുടെ അനുവാദമില്ലാതെ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും വിരിച്ചിട്ടുള്ള കസേരയിൽ വന്നിരിക്കുന്നു. അത് ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പടിക്ക് പുറത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഭാഗമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നും അതേപോലെയുള്ള വിവാദങ്ങളും അതേപോലെ ആശയങ്ങളും ഒക്കെയായി കടന്നു വരുന്ന സംഗതി. മതം പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹു നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത് ആണ് പെണ്ണ് എന്ന രീതിയിൽ 2 വർഗങ്ങളായിട്ടാണ്. ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് ശാസ്ത്രബോധമുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും മനസ്സിലാകുന്ന സംഗതിയാണ്. എന്നാൽ പുരോഗമനത്തിന്റെ പേരിൽ ഇത് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വേർതിരിവില്ല എന്നാണ്. ആണ് വേറെ പെണ്ണു വേറെ, ആണുങ്ങൾക്കൊരു സെപ്പറേഷൻ, പെണ്ണുങ്ങൾക്ക് വേറെ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അത് 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറുന്ന അറുപഴഞ്ചൻ ആശയമാണ് എന്ന് പറയുകയും അവിടെയെല്ലാം ന്യൂട്രലായി ആണിനും പെണ്ണിനും യഥേഷ്ടം എവിടെയും ഇരിക്കാം, ഏത് ടോയ്ലറ്റിലും അവർക്ക് ഒരുമിച്ച് കയറാം, ഏത് സാഹചര്യങ്ങളിലും അവർക്ക് ഒന്നിച്ചിരിക്കാം, എങ്ങനെയൊക്കെയുള്ള ആശയം അങ്ങനെ പറഞ്ഞ് ആ ഒരു ആശയം കൊണ്ടുവരുമ്പോൾ ആണ് പെണ്ണ് എന്നൊക്കെയുള്ള വേർതിരിവും അത് തീരുമാനം എടുക്കുന്നതുമൊക്കെ ജന്മനായുള്ളതല്ല, അഥവാ ജൈവികമായിട്ടുള്ളതല്ല, നമുക്കൊക്കെ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് എന്ന് പറയുന്ന പുതിയൊരാശയം. എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവുകയില്ല. നമുക്കൊക്കെ തോന്നും ആണിൻ്റെതായ അടയാളങ്ങളും ലക്ഷണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അവയവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ ആണ് എന്ന് വിളിക്കും.
പെണ്ണിന്റെ കോലത്തിലാണ്, പെണ്ണിന്റെ അവയവങ്ങളാണുള്ളതെങ്കിൽ അവളെ പെണ്ണ് എന്ന് വിളിക്കും. പക്ഷെ പുരോഗമന ചിന്താഗതിക്കാർ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ചിലപ്പോൾ ആണിന്റെ വേഷത്തിലും കോലത്തിലുമായിരിക്കും നിങ്ങൾക്ക് തോന്നുക, പക്ഷെ എനിക്ക് തോന്നാണ് ഞാൻ ഇപ്പോൾ പെണ്ണാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ എന്നെ അത് അംഗീകരിച്ചു തരണം എന്ന് പറയുന്ന പുതിയ ഒരു ആശയം. അതാണ് LGBTQ+ പോലെയുള്ള ആശയ തലങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് കേവലം പെൺകുട്ടികൾ പാൻസ് ധരിക്കുക എന്നൊരു വിഷയമായി ചുരുക്കി കാണുവാനും ചുരുക്കിക്കെട്ടുവാനും നമുക്ക് സാധിക്കുകയില്ല. സമൂഹത്തിൽ അങ്ങനെ ഒരു വിവാദമുണ്ടായപ്പോൾ, അത് ഉണർത്തിയപ്പോൾ പല ചാനലുകാരും പല ചിന്തകന്മാരും അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരും ഒക്കെ എന്ന് പറയുന്ന ആളുകൾ ആ ഒരു ആശയത്തെ കൊണ്ടുപോയി കെട്ടിയത് സ്ത്രീകൾ ഒരു പാന്റ് ധരിച്ചാൽ പോകുന്നതാണോ, അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമോ, അതിലെന്താണ് കുഴപ്പമുള്ളത്, അവർക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വസ്ത്രമല്ലേ അത്, എങ്കിൽ അങ്ങനെ പറഞ്ഞ പോരെ. എന്തിനെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നു? നിലവിൽ വിവാദമായ സൂംബ ഡാൻസും ഈ ആശയ തലത്തിലുള്ളതാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയാതെ പോകരുത്. അല്ലാതെ കേവലമായ വ്യായാമമോ വിനോദങ്ങളോ അല്ല അതിന്റെ കൂടെയുള്ളത്. ലഹരി തടുക്കാൻ ഡാൻസ് എങ്ങനെ ഫലപ്രദമാകും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ സംഗതിയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ മക്കൾക്ക് വ്യായാമം വേണം, അവർക്ക് വിനോദം വേണം എന്നുള്ളതിലൊന്നും ആർക്കും തർക്കമില്ല. അതിന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സംവിധാനങ്ങളുണ്ട്. അതിനു വേണ്ടുന്ന അതിന്റെ പോരായ്മകളും അതേപോലെ തന്നെ കുറവുകളും ഒക്കെ പരിഹരിച്ച് അതിനു വേണ്ടുന്ന അധ്യാപകരെ നിശ്ചയിച്ച് അത് ഫലപ്രദമാക്കേണ്ടതിന് പകരം ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കോലത്തിൽ തുള്ളിച്ചാടിയാൽ എങ്ങനെയാണ് ലഹരിയെ നിയന്ത്രിക്കുവാൻ സാധിക്കുക? അത് വിമർശിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു അധ്യാപകനെതിരിൽ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ സാംസ്കാരിക കേരളം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത്. സ്വാഭാവികമായും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു തന്ന ആശയാദർശങ്ങളെ വിട്ട് ഒന്നിന്റെയും കൂടികളാകുന്ന അവസ്ഥയുണ്ടാകുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി പറയപ്പെടുന്ന ഒരു ഹദീസുണ്ട്, ലാ തകൂനു ഇമ്മഅ, നിങ്ങൾ കൂടികളാകരുത്. ആ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ വിമർശനം പറഞ്ഞിട്ടുണ്ട്, ലാ യസിഹു സനദൻ വ മഅനാഹു സഹീഹ്, പക്ഷെ അതിന്റെ ആശയം ശരിയാണ് എന്ന്. ഹദീസിന്റെ റിപ്പോർട്ടർമാരിൽ ദുർബലതയുള്ള ആളുകൾ ഉണ്ടെങ്കിലും ആ പറഞ്ഞത് ശരിയാണ്. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ട്, ലാ യകൂനു അഹദുക്കും ഇമ്മഅ, നിങ്ങൾ ഇമ്മഅത്തിന്റെ ആളുകൾ അഥവാ കൂടികളാകരുത്. ഖാലു വമൽ ഇമ്മഅ, അത് കേട്ട താബിഈങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അനുചരന്മാർ ചോദിച്ചു, യാ അബാ അബ്ദുറഹ്മാൻ, അല്ലയോ ഇബ്നു മസ്ഊദ്, എന്താണ് ഇമ്മഅ എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞു, യഖൂലു ഇന്നമാ അന മഅന്നാസ്, ആളുകൾ അങ്ങനെ പോകുന്നു അതിന്റെ കൂടെയായിരിക്കും ഞാൻ എന്ന് പറയുന്നവരാണ്. ഇനി ഇഹ്തദൗ ഇഹ്തദൈതു, അവർ നേർവഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ നേർവഴിയിൽ ഞാനും ഉണ്ടാകും. വ ഇൻ ലല്ലൂ ലലൽതു, അവർ വഴികേടിലാണോ എന്നാൽ അതിലും ഞാൻ കൂടെയുണ്ടാകും. ശരി തെറ്റുകൾ തീരുമാനിക്കുവാനുള്ള മാനദണ്ഡം അള്ളാഹു പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുമല്ല, മറിച്ച് ആളുകൾ എങ്ങനെയാണ്, അവരുടെ ഒരു പൊതുബോധം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഏത് വഴിക്ക് പോകുന്നുവോ ഭൂരിപക്ഷത്തിന്റെ മനോഗതിക്കനുസരിച്ച് തുള്ളുന്ന ഒരു രീതി, അതല്ല ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അലാ ലയുവത്തിന അഹദുക്കും നഫ്സഹു അലാ ഇൻ കഫറ അന്നാസു അല്ലാ യക്ഫുർ, നിങ്ങൾക്ക് നിശ്ചയദാർഢ്യമുണ്ടാകണം, മനസ്സിനെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. മനുഷ്യന്മാരെല്ലാവരും കുഫറിന്റെയും നന്ദികേടിന്റെയും വഴികേടിന്റെയും വഴി തെരഞ്ഞെടുത്താലും നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഞാൻ ഒരിക്കലും ആ വഴിയിൽ സഞ്ചരിക്കുകയില്ല. ശരിയുടെ നേരിന്റെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് 17 വട്ടം നിർബന്ധമായി ഓരോ ദിവസവും പറയുന്ന വിശ്വാസി നേരായ പാതയിലൂടെ എന്നെ നയിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ നേർമാർഗത്തിനെതിരിൽ സഞ്ചരിക്കുവാൻ ഒരിക്കലും തയ്യാറാകേണ്ടവനല്ല. അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഉണർത്തിയത്, അൽ വാജിബു അലൽ മുസ്ലിമി അൻ യഅതസ്സ ബിദീനിഹി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ദീൻ, ഇസ്ലാം എന്നുള്ള ആശയവും ആദർശവും അതിന്റെ സംസ്കാരവും അതിന്റെ പെരുമാറ്റവും നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അയാൾക്ക് അഭിമാനമായിരിക്കണം, ഇസ്സത്തിന്റെ സംഗതിയായിരിക്കണം. വയഫ്തഖിറ ബിഹി, അതുകൊണ്ട് അയാൾക്ക് ഒരു ഫഖർ, ഒരു അഭിമാനം ഉണ്ടായിരിക്കണം, ഇസ്സത്ത് അതിലാണ് എന്ന് തിരിച്ചറിയണം. വഅൻ യഖ്തസിറ അലാ മാ ഹദ്ദഹു അല്ലാഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അള്ളാഹു എവിടെ നിർത്തിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വരെ പോകാമെന്ന് പറഞ്ഞോ, ആ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് അതിനുള്ളിൽ നിൽക്കുവാൻ ഒരു വിശ്വാസിക്ക് ബാധ്യതയുണ്ട്. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായി മാറേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ഉണർത്തിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഖലീഫ, മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചൊരു വാചകമുണ്ട്, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ, നാം വളരെ നിന്ദ്യമായ അധപ്പതിച്ച ഒരു സമൂഹമായിരുന്നു. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ആ ജാഹിലിയത്തിന്റെ കാലത്തിന് ശേഷം അള്ളാഹു ഇസ്ലാമിലൂടെ നമുക്ക് ഇസ്സത്ത് നൽകി, നമ്മളെ ശ്രേഷ്ഠരാക്കി, മഹത്വമുള്ളവരാക്കി. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകിയ ദീനല്ലാത്ത വേറൊന്നിൽ നമ്മൾ അഭിമാനവും അതേപോലെ തന്നെ പുരോഗതിയും നന്മയും കണ്ടുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുമ്പോൾ അതല്ലനല്ലാഹ്, അള്ളാഹു നമ്മളെ നിന്ദിച്ചു കളയും എന്നാണ് അദ്ദേഹം ഉണർത്തിയത്. സങ്കടകരമെന്ന് പറയട്ടെ, പലതും നമ്മളിൽ അങ്ങനെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ അനുവാദമില്ലാതെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കയറി വന്ന് കയ്യും കഴുകി കാത്തിരിക്കുകയാണ് നമ്മുടെ എല്ലാറ്റിലും ഇടപെടാൻ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഫാഷൻ എന്ന പേരിൽ, പുരോഗമനം എന്ന പേരിൽ യൂറോപ്യന്മാർ വലിച്ചെറിഞ്ഞ, അവർ തുപ്പിയ എച്ചിലുകളുമായി അതിന്റെ പിന്നാലെ പോവുകയാണ് മുസ്ലിം ഉമ്മത്ത്. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലും ആചാര മര്യാദകളിലും എല്ലാം നമുക്കത് കാണുവാൻ സാധിക്കും. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എമ്പാടുമുണ്ട്, നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിന്റെ അഭിവാദ്യ മര്യാദ എത്രമാത്രം നല്ലതാണ്, ഏത് സന്ദർഭത്തിലും അനുയോജ്യമാണ് എന്ന് ആലോചിച്ചാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും അംഗീകരിച്ച് അസൂയ വെച്ച സംഗതിയാണ്. മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ അഭിവാദനം എങ്ങനെയായിരിക്കും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കാരുണ്യവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ, നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ്. അത് സന്തോഷത്തിന്റെ ഘട്ടത്തിലും അതേപോലെ തന്നെ സങ്കടത്തിന്റെ ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും പറയാം. തന്റെ മേലുദ്യോഗസ്ഥനോട് അയാൾ സാമ്പത്തികമായി അല്ലെങ്കിൽ മാനസികമായി ശാരീരികമായി അവശതയിലും തളർച്ചയിലും പ്രയാസത്തിലും അയാൾ വല്ലാത്ത ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്തിലാണെങ്കിലും കീഴുദ്യോഗസ്ഥന് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഒരു അരോചകത്വമില്ല, അസാംഗത്യമില്ല. നേരെ മറിച്ച് അവിടെ ചെന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞാലോ അത് സൂട്ടബിൾ അല്ല എന്ന് വിശേഷ ബുദ്ധിയുള്ള എല്ലാവരും പറയും. എന്നിട്ടും ഈ നല്ല സംഗതിയെ മാറ്റിവെച്ച് മുസ്ലിം ഉമ്മത്തടക്കം നമ്മൾ ഇന്ന് പലതിന്റെയും സംസ്കാരത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ഹായ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഇങ്ങനെ പലതും സ്വീകരിക്കുകയാണ്. അള്ളാഹ് പറഞ്ഞ നിയമനിർദ്ദേശങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും ഉന്നതമായ മാതൃകയെ മാറ്റിവെച്ച് വലിച്ചെറിഞ്ഞ് നമ്മൾ ആരുടെ പിന്നാലെ പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സാംസ്കാരികമായ അധിനിവേശമാണ് ഇവിടെ നടക്കുന്നത്. പല ഭൂപ്രദേശങ്ങളും ശത്രുക്കൾ വെട്ടിപ്പിടിക്കുന്നുവെങ്കിൽ അങ്ങനെ യാതൊരു രക്തച്ചൊരിച്ചിലും ഏറ്റുമുട്ടലുകളും ഇല്ലാതെ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ഐഡന്റിറ്റിയെ പലരും ലിബറൽ എന്ന പേരിൽ ലിബറൽ ഫാസിസം എന്ന് പറയുവാനുമുള്ള കാരണം അതാണ്. ഒരുതരം തിട്ടൂരവും അതേപോലെ തന്നെ വർഗീയതയും വംശീയതയുമായി കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ നിയമങ്ങളും ശാസനകളും ആരെങ്കിലും സ്വീകരിക്കുമ്പോൾ അതിനെയെല്ലാം അറുപഴഞ്ചൻ, സംസ്കാരമില്ലാത്തത്, ഇവര് 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറാൻ നിൽക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവർ. മുസ്ലിം ഉമ്മത്ത് അതിന്റെ ദുരന്തം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇനിയും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അതല്ലനല്ലാഹ്, അള്ളാഹു നമ്മളെ നിന്ദിച്ചു കളയും. നമ്മൾ പിന്നെ നിരാശപ്പെട്ടിട്ടും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഇസ്സത്ത് ദീനിലൂടെയാണ്, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെയാണ് ആ ഇസ്സത്തും പ്രതാപവും അതേപോലെ ഫഖറും അഭിമാനവും ഒക്കെ നമ്മൾ നേടിയെടുക്കേണ്ടത്. ബർത്ത്ഡേ ആഘോഷം ഇന്ന് മിക്ക വീടുകളിലുമില്ലേ? മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന നിസ്കാരവും നോമ്പും ഒക്കെയുള്ള പള്ളിയിൽ പോകുന്ന നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. അത് ആരുടെ സംസ്കാരമാണ് സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? സഹാബത്ത് പഠിപ്പിച്ചോ? വസ്ത്രത്തിലും ആഘോഷങ്ങളിലും ഒക്കെ ഒരു വിവാഹം നടന്നാൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ആ വിവാഹം വീട്ടിൽ നടക്കുന്ന അരാജകത്വങ്ങൾ, തോന്നിവാസങ്ങൾ ഗൃഹനാഥന് പോലും നിയന്ത്രിക്കുവാൻ സാധിക്കാതെ അയാൾ വിരൽ കടിച്ച് സങ്കടപ്പെടുന്ന അവസ്ഥയിലാണ് ഇന്നുള്ളത്. DJ പാർട്ടികൾ, അതേപോലെ തന്നെ നൈറ്റ് ലൈഫ് സംസ്കാരങ്ങൾ, മാതാപിതാക്കൾ, മുതിർന്നവർ, അധ്യാപകർ പോലെയുള്ള ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് മതത്തിന്റെ മാത്രമല്ല നമ്മുടെ നാടിന്റെയും ഒരു സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ മാതാപിതാക്കളോടൊപ്പം ലഹരി ഉപയോഗിക്കുന്ന
അല്ലെങ്കിൽ മുതിർന്നവരെ യാതൊരു ബഹുമാനവും ആദരവുമില്ലാതെ സംസാരിക്കുന്ന, അവരോട് തട്ടിക്കയറുന്ന, അവർക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന എത്രയോ യുവതലമുറയെ നമ്മൾ കാണുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഒന്നും നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സഞ്ചരിക്കുന്ന നേരായ പാതയിൽ നിന്ന് 4 വഴിയിലേക്ക് നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന അധിനിവേശത്തിന്റെ ആ ഒരു ദുരന്തം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ദീനിൽ ഉറച്ചു നിൽക്കുക എന്നത് വളരെ ശ്രമകരമായ സംഗതിയാണ്. പ്രാർത്ഥന അത്യാവശ്യമുള്ള സംഗതിയാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേട്ടം ഖുർആൻ എടുത്തു പറഞ്ഞത് സൂറത്ത് അഹ്ഖാഫിലെ 13-14 ആയത്തുകൾ. അതാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്, ഞങ്ങളെ സൃഷ്ടിച്ചവൻ, ഞങ്ങളെ നിയന്ത്രിക്കുന്നവൻ, ഞങ്ങളുടെ ഉടമസ്ഥൻ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, പിന്നെ അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നേരെ ചൊവ്വെ നിലനിൽക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല ദുനിയാവിലും നാളെ പരലോകത്തും, വലാഹും യഹ്സനൂൻ, അവർ ഒരിക്കലും ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരികയില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ ശാശ്വതവാസികളായിരിക്കും. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്ന, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലമായി അള്ളാഹു നൽകുന്ന അതിരില്ലാത്ത ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും സുഖങ്ങളുടെയും ലോകമായ സ്വർഗം, അത് അവർക്കുള്ളതാണ്. അതേപോലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിൽ അതിന്റെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഈ കാര്യം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹു അവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയും ആ പടച്ചറബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് നേരായ പാതയിലൂടെ മുന്നേറുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അവരുടെ അടുക്കലേക്ക് പടച്ചറബിന്റെ കാരുണ്യത്തിന്റെ മലായിക്കത്തുകൾ, അവർ ഈ ലോകത്തോട് വിട പറയുന്ന, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുന്ന മരണത്തിന്റെ വേളയിൽ തന്നെയും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. തതനസ്സലു അലൈഹിമുൽ മലായിക. എന്താ മലക്കുകൾ പറയുന്നത്? എന്താ? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഇവിടെ വിട്ടേച്ചു പോകുന്നതിനെ സംബന്ധിച്ചോ ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഖബറിന്റെയും പരലോകത്തിന്റെയും ജീവിതത്തെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂട്ടുകാരായി. നഹ്നു ഔലിയാഉക്കും, ഞങ്ങളുണ്ട് നിങ്ങളുടെ സഹായികളായി. അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ വിരുന്നിലേക്ക്, സൽക്കാരത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് എന്നാണ് അവിടെ അള്ളാഹു ഉണർത്തിയത്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ പടച്ചറബിന്റെ സൽക്കാരത്തിലേക്ക്, വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകുന്ന ആ നല്ല മരണം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ഉപദേശം തേടി, പ്രവാചകരെ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ എന്നെ ഉപദേശിക്കണം, ഞാൻ വേറൊരാളോടും ആ ഉപദേശം തേടേണ്ടതില്ലാത്ത വിധം ധന്യമായിരിക്കണം, പൂർണ്ണമായിരിക്കണം അത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് എന്താ? ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മസ്തഖിം, എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് നീ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം. പിന്നെ ആ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നേരെ ചൊവ്വേ നീ നിലനിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചെയ്യാറുണ്ടായിരുന്ന ദുആ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, പഠിച്ചതാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ച റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ, നിന്റെ ആദർശത്തിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്നാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഉദ്ധരിക്കുന്ന ഒരു കാര്യം അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഖദ് ഖാലഹാ നാസുൻ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹ് എന്ന് പറയാൻ അത് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുമ്മ കഫറ അക്സറുഹും, ആ പ്രഖ്യാപിച്ചതിൽ മഹാഭൂരിപക്ഷവും അതിന് വിരുദ്ധമായി നന്ദികേട് കാണിച്ച് കുഫറിലേക്ക് പോയ ആളുകളാണ്. അതുകൊണ്ട് ഫമൻ ഖാലഹാ ഹത്താ യമൂത്ത്, മരണം വരെയും എന്റെ റബ്ബ് അള്ളയാണ് എന്ന് പറയാനും ആ റബ്ബിന്റെ നിയമങ്ങളും ശാസനകളും ഞാൻ സ്വീകരിക്കും, എന്നെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും എന്ന് ധൈര്യത്തോടുകൂടി, നെഞ്ചുറപ്പോടുകൂടി പറയാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിച്ചാൽ ഫഖദ് ഇസ്തഖാമ അലൈഹ, ആ ദീനിൽ അയാൾ നേരെ ചൊവ്വെ നിന്നവനായിരിക്കും എന്നാണ്. സലഫുകൾ ദുആ ചെയ്തിട്ടുണ്ട്,
ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറയുമായിരുന്നു എന്നാണ്, അല്ലാഹുമ്മ അൻത റബ്ബുന, പടച്ചവനെ നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, അല്ലാഹുവേ ഫർസുഖ്നൽ ഇസ്തിഖാമ, ആ നിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ, ശരിയായ ദീനിൽ അടിയുറച്ചു നിന്ന് ഈമാനോടുകൂടി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമങ്ങളും ശാസനകളും എന്താണ് എന്ന് പഠിച്ചറിയാനും അത് വീട്ടിലും കുടുംബത്തിലും അതേപോലെ ഇടപാടുകളിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും എല്ലായിടത്തും ആ നിയമശാസനകൾ അതാണ് ഏറ്റവും നല്ലത് എന്ന് തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്നതുപോലെ മുഹറം മാസത്തിലാണ് നമ്മൾ ഉള്ളത്. മുഹറത്തിലെ 9-10 ദിവസങ്ങളിലെ നോമ്പുകൾ ആശൂറാവും താസൂആവും വളരെ പ്രാധാന്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ സംഗതിയാണ്. മുഹറം 10 അഥവാ ആശൂറ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് തന്നെ റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ നോറ്റിരുന്നു. സ്വഹാബികളോട് നിർബന്ധ രീതിയിൽ കൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ലിഅന്നഹു യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ ജനതയെയും വിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഫിർഔനിന്റെ പിടുത്തത്തിൽ നിന്ന്, ശത്രുതയിൽ നിന്ന്, അദാബിൽ നിന്ന്. വഅഹ്ലക ഫീഹി അദുവഹും ഫിർഔൻ, അവരുടെ എല്ലാം ശത്രുവായ ബദ്ധവൈരിയായ ഫിർഔനെ അള്ളാഹു നശിപ്പിച്ച ദിവസവുമാണ് ആശൂറ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മാതൃക സ്വീകരിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ചര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും സ്വഹാബത്തിനെ ഉണർത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് മദീനയിൽ വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടർന്നു. ജൂതന്മാരും അങ്ങനെ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നു. പക്ഷെ ജൂതന്മാരോട് അല്ലെങ്കിൽ അഹ്ലു കിതാബുകാരോട്, മറ്റ് മതവിശ്വാസികളോട് അവരുടെ ആശയത്തിൽ നിന്ന് വ്യതിരിക്തത പുലർത്തണം എന്നുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും വന്നപ്പോൾ സ്വഹാബികൾ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നമ്മൾ എടുക്കുന്ന അതേ ദിവസം അവരും എടുക്കുന്ന നോമ്പെടുക്കുന്ന ദിവസമാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സൂമു യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു. അവര് ആശൂറ മാത്രമായി മുഹറം 10 ദിവസം മാത്രമാണ് നോമ്പെടുക്കുന്നതെങ്കിൽ അവരോട് വ്യതിരിക്തത പുലർത്താൻ, എതിർത്ത് ഇസ്ലാമിൻ്റെതായ ഒരു ഐഡന്റിറ്റി സൂക്ഷിക്കാൻ 9ഉം 10ഉം നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ 10ഉം 11 നിങ്ങൾ നോക്കുക. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് 9, 10, 11 ഈ 3 ദിവസവും ഒരാൾ നോക്കുകയാണെങ്കിൽ തെറ്റായ സംഗതിയല്ല, അതിന്റെ ഏറ്റവും പൂർണ്ണമായ രീതിയാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മആദിലൊക്കെ അത് വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതിന്റെ ഒരു പുണ്യം പറയുകയാണെങ്കിൽ യുകഫിറുല്ലാഹു ബിഹിസ്സനത്തല്ലതി ഖബ്ലഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ തെറ്റുകുറ്റങ്ങൾ, ചെറുദോഷങ്ങൾ അള്ളാഹു അത് നിമിത്തമായി ആ ദിവസത്തെ നോമ്പ് നിമിത്തം പുറത്തു തരുമെന്ന്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു നന്മയുടെ അനുഗ്രഹത്തിന്റെ ദിവസമാണത് എന്ന് തിരിച്ചറിയുമ്പോൾ പടച്ച റബ്ബിന്റെ സഹായം നമുക്ക് ഏത് സമയവും കിട്ടും. റബ്ബിന്റെ കൂടെ നമ്മൾ ഉറച്ചു നിന്നാൽ, അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചാൽ എന്നുള്ള പാഠം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ച ഖാലിഫുൽ യഹൂദ സൂമു യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു എന്ന് പറഞ്ഞ നമ്മൾ നമ്മുടേതായ ഒരു ഐഡന്റിറ്റി സൂക്ഷിക്കണം എന്നുള്ള ആദർശപരമായ വ്യതിരിക്തതയുടെയും ആ ഒരു വ്യക്തിത്വത്തിന്റെയും പ്രത്യേകമായ പാഠം കൂടി നമുക്ക് ആ ഹദീസിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹറം മാസത്തിലെ ആ നോമ്പിന്റെ മഹത്വവും പ്രത്യേകതയും തിരിച്ചറിഞ്ഞ് നോമ്പെടുക്കുവാൻ നമ്മൾ പ്രത്യേകം തയ്യാറാവുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള
മാനസികവും ആരോഗ്യവുമായിട്ടുള്ള അവസ്ഥകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ എവിടെയെല്ലാം വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നോ പ്രയാസപ്പെടുന്നവരുണ്ടോ അവർക്കൊക്കെയും റഹ്മാനായ റബ്ബ് ആശ്വാസവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായും മാനസികമായും പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും റഹ്മാനായ റബ്ബ് നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.